ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. എനിക്ക് കേളപ്പ് എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ കുറച്ച് പ്രൊഡക്ട്സ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ ഫസ്റ്റ് അപ്പോൾ എനിക്ക് അവർ 4 പ്രൊഡക്ട്സ് ആയിരുന്നു അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. കേൾ മോയ്സ്ചറൈസിങ് ഷാംപൂ, കേൾ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ, കേൾ ഡിഫൈനിങ് ക്രീം, അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെൽ. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രിസി വേവി കേളി ഹെയറിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് കേളി ഹെയർ ഒക്കെ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാട്ടെ. ഇപ്പം എൻ്റെ മുടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഭയങ്കര ഫ്രിസിനെസ് ഒക്കെ ഉണ്ട്. കേളി ഹെയർ ഉള്ളവർ എന്തായാലും ഒഴിച്ചുകൂടാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം, അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന എണ്ണ തന്നെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഈ ഓയിലിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഈ മുടി ഒന്നെടുത്ത് കെട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഷാമ്പൂ കണ്ടീഷണർ ഇട്ടിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജെല്ലായാലും ക്രീമായാലും അപ്ലൈ ചെയ്യേണ്ടത് വെറ്റ് ഹെയറിലായിരിക്കണം. ആദ്യം നമ്മൾ ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ക്രീം കുറച്ച് എടുക്കുക, എന്നിട്ട് എംഎൽസിഫൈ ചെയ്യുക. അതായത് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫുൾ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കേൾസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേൾസ് കിട്ടും. ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം ജെൽ അപ്ലൈ ചെയ്യാം. അതും വെറ്റ് ഹെയറിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിലും ജെൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് എംഎൽസിഫൈ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ സെക്ഷനാക്കിയിട്ട് മുടിയെടുക്കുക, അതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. മുടിയുടെ തുമ്പുഭാഗം വരെ നന്നായിട്ട് നമ്മൾ അപ്ലൈ. ഇനി നിങ്ങൾക്ക് ഈ ഫ്രണ്ട് പോർഷനിലെ മുടി മാത്രം കുറച്ച് വോളിയുള്ള പോലെയൊക്കെ തോന്നണമെങ്കിൽ ആ ഫ്രണ്ട് പോർഷനിലെ മുടി കുറച്ചെടുത്തിട്ട് നമ്മൾ മേലായിട്ട് കുറച്ച് നേരം ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ നമുക്ക് നല്ല കേൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഹെയർ എടുക്കുന്നുണ്ടായിരുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും കേളി ഹെയർ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കേളിയോ വേവിയോ ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ അടിപൊളിയാക്കി നിർത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോഡക്റ്റ്സ് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കേളപ്പിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങണമെന്ന് മുന്നേ മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ അത്രയും റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.